ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും പാവപ്പെട്ടനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ എല്ലാവർക്കും ദൈവം ഒരുപോലെ കൊടുത്തൊരു സാധനമാണ് എന്തെന്നറിയോ? സമയം എന്നുള്ളത്. നിങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പന്നന്മാർക്കെല്ലാം വെറും 24 hours ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ. സോ ആ 24 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള വിജയം. സോ എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള 24 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു ധനം ഉപയോഗിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വെറുതെ വാട്സപ്പ് വഴി സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടു. ഈ ഒരു പോസ്റ്റിൽ നിന്നാണ് എനിക്ക് ഇതിനുള്ള കണ്ടന്റ് കിട്ടിയത്. സോ ആദ്യം പറയുന്നത്, നിങ്ങൾ ഈ 24 മണിക്കൂറിനെ 3 ആയിട്ട് ഭാഗിക്കുക. 3 ആയിട്ട് ഭാഗിച്ച് എത്ര കിട്ടും? 8 മണിക്കൂർ വെച്ച് കിട്ടും. അപ്പൊ സോ ഒരു ഭാഗം 8 മണിക്കൂർ, വേറൊരു ഭാഗവും 8 മണിക്കൂർ, നടുക്കൊരു ഭാഗം 8 മണിക്കൂർ. ആദ്യത്തെ ഈ 8 മണിക്കൂർ നിങ്ങൾ മുഴുവനായിട്ട് ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക. സോ ഒരു ദിവസത്തിൽ നിങ്ങൾ ഉറക്കത്തിന് വേണ്ടി ഈ ആദ്യ ഭാഗം അങ്ങ് മാറ്റി വെച്ചു. ബാക്കിയുള്ള 2 ഭാഗമുണ്ട്. ഇതിലെ അടുത്ത ഒരു 8 മണിക്കൂർ എന്ന ഭാഗം നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഹാർഡ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുക. സത്യസന്ധമായ ഹാർഡ് വർക്കിന് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നിങ്ങൾ കള്ളത്തരം കാണിക്കാതെ, ആ 8 മണിക്കൂറിൽ കള്ളത്തരം കാണിക്കാതെ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി, നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി, നിങ്ങൾ ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇന്ന നിലയിൽ എത്തണം, ജോബിൽ ഇത്രത്തോളം പ്രോഗ്രസ് വേണം, അതിനു വേണ്ടി ഈ 8 മണിക്കൂർ വർക്ക് ചെയ്യുക. ഈ ലാസ്റ്റ് പാർട്ട്, 3ാമത്തെ പാർട്ടാണ്. ഈ 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് വീണ്ടും ഭാഗിക്കാം. ഈ 8 മണിക്കൂറിലെ ഒരു ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം മാറ്റി വെക്കാം. രണ്ടാമത് വേറൊരു ഭാഗം എടുത്ത് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനിന് വേണ്ടി മാറ്റി വെക്കാം. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അതിപ്പോ ഒരു വ്യായാമമാകാം, മെഡിറ്റേഷൻ ആകാം, ഇല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണം, നല്ല ഫുഡ് വേണ്ടേ, നല്ല നമുക്ക് ജീവിക്കാൻ പറ്റൂ, സോ ഫുഡ് കഴിക്കലാകാം. അതുപോലെ തന്നെ ഹൈജീൻ, നമുക്ക് വൃത്തി വേണമല്ലേ, നഖം മുറിക്കുകയെ, അതുപോലെ തന്നെ കുളിക്കുക, പല്ല് തേക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സോ അതിനു വേണ്ടിയും ആ ഒരു സമയം മാറ്റി വെക്കുക. ഇനി ബാക്കി ഒരു ഭാഗം കൂടി ഉണ്ടാവും ഈ 8 മണിക്കൂറിൽ. അത് നിങ്ങൾ നിങ്ങളുടെ എന്റർടൈൻമെന്റ്സിന് വേണ്ടി, നിങ്ങളുടെ ഹോബീസിന് വേണ്ടിയിട്ട്, മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നിങ്ങളുടെ ചെറിയ ചെറിയ എന്താ പറയുക ചിരികൾക്കും തമാശകൾക്കുമായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ ഈ 24 hours കൃത്യമായി ഡെയിലി എല്ലാത്തിനും സമയം വെച്ച് നിങ്ങൾ വീതിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും, ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ ഈ സംഭവത്തെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേട്ടനായിട്ട് തന്നെ കൂടി ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.